ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാവർക്കും ഇന്നൊരു പ്രൊഡക്റ്റ് ഞങ്ങളുടെ ബ്രദറെ കുറേ കാലമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അവസാനം വെള്ളം എന്നാവും. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ ആരാണെങ്കിൽ പന്ന് കഴിക്കത്തില്ല, ചില ആൾക്കാർ പശുവിനെ ആരാധിക്കും. ഹലോ സലാം, ഹലോ വിശ്വാസി. 2-3 കൊല്ലം പഴക്കമുണ്ട്. ഇനി എനിക്കെന്താണോ പൈൽസോ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വിശ്വാസിനോട് പറഞ്ഞാൽ കുടിക്കുകയും ഞാൻ കാര്യം പറഞ്ഞു ഉള്ളത് പറയാം, അമ്മയൊക്കെ കുടിക്കും കേട്ടോ. ഹലോ വിശ്വാസികളെ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. യേശുവിൻ്റെ ജനനം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവ് മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അത് തമാശ എന്താണെന്ന് പറഞ്ഞാൽ, അതായത് സഹവസിക്കുന്നതിന് മുന്നേ നമ്മുടെ മറിയം ഗർഭിണിയായി. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം, സത്യമാണത്. ഇപ്പോൾ എല്ലാ വിശ്വാസികളും ഇത് വിശ്വസിക്കണം. ഇന്നത്തെ വിശ്വാസ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, നമ്മളിപ്പോൾ വായിച്ച കാര്യം നമ്മൾ എല്ലാവരും വിശ്വസിക്കണം. നമ്മളത് ശാസ്ത്രീയമായും സംഭവം നടക്കും അങ്ങനെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ ബൈബിളിൽ ഇപ്പോൾ ഇന്ന്. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, അപ്പോൾ സോറി കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് വെക്കുന്നത്, അപ്പോൾ നിങ്ങളെല്ലാം ഫോളോ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഇന്നൊരു പ്രൊഡക്റ്റ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി അടങ്ങിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ കണ്ടെത്തിയത്. അത് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഉപ്പാണ്. ഇപ്പോൾ കുറേ കോളുകളൊക്കെ വരുന്നുണ്ട്, എപ്പോഴും ഭയങ്കര സൈറൺ അടിക്കുന്നില്ലേ. അതായത് ഈ ഉപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഉപ്പാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ വില ആകെ 4,988 അത്ര രൂപയുള്ളൂ. വളരെ വളരെ നല്ല ഇതാണ്, ഉപ്പാണ്. പിന്നെ എനിക്ക് ലിമിറ്റഡ് സ്റ്റോക്സേ ഉള്ളൂ ബാക്കി. ഇനി ഇത് ഉപ്പ് ഇതിൻ്റെ ഉപ്പിൻ്റെ പേര് സ്വർണ്ണ ഈശോ ഉപ്പ്, അതാണ് ഇതിൻ്റെ പേര്. എനിക്ക് പേര് മറന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതിൻ്റെ പേരാണ് ഇതൊരു കുന്തിരിക്കുക. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് മണം കിട്ടാനാണ്. പക്ഷേ ഇത് നമ്മൾ ദൈവത്തിൻ്റെ ആയതുകൊണ്ട് ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്നറിയോ? ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മളിത് മണക്കണം. മണത്തിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് കാണുമ്പോഴും നമുക്ക് നല്ല പോസിറ്റിവിറ്റി ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് എല്ലാവർക്കും പോസിറ്റീവായൊരു ദൈവത്തിൻ്റെ ശ്വാസം ലഭിക്കും. അപ്പോൾ ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഗൈസ് പറയട്ടെ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നെറ്റി തേക്കുക. എന്താ രസം, നല്ല മണമുണ്ട്. എല്ലാ ഗൈസ് ഇത് മുഴുവൻ ഈ പാക്കിന് ഇതിന് ഓരോന്ന് നമ്മൾ സിംഗിളായിട്ട് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇതിന് 477 രൂപ കൊടുക്കേണ്ടി വരും. ഇതിന് ഞാൻ പറഞ്ഞല്ലോ 488 കൊടുക്കേണ്ടി വരും. ഇതിന് 345. അപ്പോൾ ഇതിപ്പോൾ ഒന്നിച്ച് പാക്കായിട്ട് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെറും 777 രൂപയ്ക്ക് മേടിക്കാം. ഓക്കെ, അടുത്ത നമുക്കൊരു കോളറുണ്ട്. മലപ്പുറത്ത് നിന്ന് സലാം വന്നു തോന്നുന്നു. ഹലോ സലാം, എന്താണ് ഇവിടെ വിളിച്ചത്? പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. നല്ല പ്രൊഡക്റ്റ് അല്ലായിരുന്നോ? ഇപ്പോൾ മേടിച്ചത് എത്ര പാക്കാണ്? ഇതിൻ്റെ വലിയ പാക്കാണോ ചെറുതാണോ, അതോ ഒന്ന് മേടിച്ച് 2 എണ്ണം കിട്ടുന്ന ഫ്രീ അങ്ങനത്തെ ആണോ? എന്താണ് മേടിച്ചത് സലാം? പിന്നെ കസ്റ്റമേഴ്സ് ഒരു കാര്യമുണ്ട്, അതായത് ഇവർ മുസ്ലിങ്ങളാണ്. ഇതെങ്ങനെ മതങ്ങൾക്കൊന്നും എല്ലാവർക്കും മേടിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ സലാം എന്തായിരുന്നു? ഓക്കെ, എന്താണ് രോഗം മാറിയത് സലാമിൻ്റെ? മോൻ്റെ ആണോ? ഓക്കെ. അപ്പോൾ വിളിച്ചതിന് വളരെ നന്ദി. ഇനിയും മേടിക്കുക, പരിചയമുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ ഒരു മലയാളമൊന്നും വായിക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ പഠിക്കാനായിരുന്നു. പക്ഷേ ആരും വരുന്നുണ്ട് ഡീസൻ്റായൊക്കെ, നമുക്ക് മലയാളം വായിക്കാറിയത്തില്ലെന്ന് ഇരിക്കണ്ട. മോൻ്റെ പേരെന്താണ്? മോനിരിക്കുക, അമ്മച്ചി ഇരിക്കൂടെ. നമുക്ക് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച് നമുക്ക് പരിഹരിക്കാം കേട്ടോ. ബ്രദറെ കുറേ കാലമായിട്ട് ആശുപത്രി മാറി നടന്ന് മടുത്തു. ഡെയിലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്. ഒന്നെങ്കിൽ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ മോന്, അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോന്. എപ്പോഴും ഒരു സന്തോഷമില്ല. എന്ത് സന്തോഷം? മോനാണെങ്കിൽ എന്ത് ക്യാൻസർ. ഇനി എനിക്കെന്താണോ പൈൽസോ എന്തൊക്കെയോ ഉണ്ട്, അറിയില്ല. ഇതൊക്കെ എവിടുന്ന് ശരിയാവോ? കർത്താവിന് കൃപയുണ്ടെങ്കിൽ ശരിയാക്കാം പാസ്റ്റർ, അല്ലെങ്കിൽ ബ്രദറെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ ദൈവം കേൾക്കുന്നുണ്ടോ? ദൈവം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ദൈവം അങ്ങനെ ചെയ്യും. നമുക്കറിയാലോ, ജോബിൻ്റെ കാര്യം എടുത്താൽ ജോബിനെ ദൈവം ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്, നമുക്കറിയാലോ.
നമ്മൾ ജോബിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചേച്ചി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ പോവുക. ഈശോനോട് മാതാവിനോട് എന്നും ജപമാല പാസ്റ്റർ ചെല്ലുന്ന പോലെ ചെല്ലണം കേട്ടോ. നന്മ നിറഞ്ഞ അറിയാമേ സ്വസ്തി അങ്ങനെ ചെല്ലണം എന്നും, ഏത് നിമിഷവും ഇപ്പോഴും ഒരു വീടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ചേച്ചി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നതിന് ഒരു ചേച്ചി പോകുന്നതിന് മുന്നേ ഒരു കാര്യമുണ്ട്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. ഈ പ്രൊഡക്റ്റ് കണ്ടില്ലേ, ഉണ്ണീഷോ ഉപ്പാണിത്, ഉപ്പ്. പിന്നെ ഇത് ചാരം, ചാരം, പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. ഇത് നിങ്ങൾ മേടിച്ചിട്ട് പോകണം. ഇത് മോന് തിന്നാൻ കൊടുക്കണം. പിന്നെ ഓക്കെ. പിന്നെ ഗായ്സ്, പിന്നെ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, അത് ചുമ്മാ ഒരു നാടകം. അറിയാം, എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെ ക്രിസ്ത്യൻസ് ആയ എല്ലാവർക്കും അറിയണ്ടാവും. ഓക്കെ, ഞാൻ ചുമ്മാ രസത്തിന് ഒരു സ്കിറ്റായിട്ട് അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ആയിട്ട് ചെയ്തെന്നുള്ളൂ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നല്ലതായിരുന്നു കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ട് എന്തൊക്കെ ചെയ്യാം. ഓക്കെ, അതായത് ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ. അതായത് നമ്മുടെ വിശ്വാസികളുടെയൊക്കെ വിചാരം പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. കുറേ വെള്ളമൊക്കെ കുടിക്കും. കാണിച്ചു തരാം. ഇതാ ഒരു വെള്ളം ഇരിക്കുന്നുണ്ടോ? ഇതിന് 2-3 കൊല്ലം പഴക്കമുണ്ട്. ഒരു വിശ്വാസിനോട് പറഞ്ഞാൽ കുടിക്കുകയെ. ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ ഉള്ളത് പറയാം. എൻ്റെ അമ്മയൊക്കെ കുടിക്കും കേട്ടോ. ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്താൽ അമ്മ കുടിക്കും. അതായത് വെള്ളം കുടിക്കും. ഇത് ഇന്നത്തെ വെള്ളമാണ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു എന്തൊക്കെ രോഗം പിടിക്കുമെന്ന് അറിയത്തില്ല. കുപ്പിന്നൊക്കെ അല്ല, കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരിക്കും, എനിക്കറിയില്ല. ഇതൊക്കെ കുടിക്കും. ഇതിനകത്ത് എന്തൊക്കെയോ ഇതുണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്, പായലും പൂപ്പലൊക്കെ ഉണ്ട്. എന്നാലും കുടിക്കും. കാരണം ഇതിൻ്റെ പേര് വിശുദ്ധ വെള്ളമാണ്. ഇതിൻ്റെ മാതാവിൻ്റെ ഫോട്ടോസ് ഉണ്ട് വളരെയധികം. അതായത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പറഞ്ഞു പറ്റിക്കുക. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിപ്പോൾ ഡിബേറ്റ്സ് എടുക്കുകയാണ്. അതായത് നമ്മൾ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ദൈവമുണ്ട് നമ്മൾ, പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കും. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഇതിനും വിശ്വസിക്കും. വെള്ളം കുടിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. എനിക്കറിയാം ദൈവം ഇല്ലെന്ന്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം. ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശ്വസിക്കും എല്ലാവരും. അതായത് ഞാൻ ദൈവവിശ്വാസത്തിന് എതിരാണോ ചോദിച്ചാൽ എതിരൊക്കെ തന്നെയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ദൈവവിശ്വാസം. കാരണം ഈ മണ്ടത്തരങ്ങളും വിശ്വസിക്കും. അതായത് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയും. ദൈവം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ആർക്ക് പറയാത്ത ഇത്ര അങ്ങനെയൊക്കെ പറഞ്ഞു വരും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവസാനം വെള്ളം എന്നാവും. പിന്നെ ഇപ്പോൾ ചില ആൾക്കാർ ആരാണെങ്കിൽ പന്നി കഴിക്കത്തില്ല, ചില ആൾക്കാർ പശുവിനെ ആരാധിക്കും, ചില ആൾക്കാർ കണ്ടില്ലേ. ഇതൊക്കെ തന്നെയാണ്. അതായത് ദൈവം എന്ന് പറയുമ്പോൾ വലിയ സൂപ്പർ ആളാണ്. പക്ഷേ ആൾക്ക് ഇങ്ങനത്തെ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട്. ആൾക്ക് ഇങ്ങനെയൊക്കെ ശക്തികളൊക്കെ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. ഇതൊക്കെയാണ് പ്രത്യേകതകൾ. ഇതൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ.